മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ എറണാകുളം ചേന്നമംഗലത്ത് 3 പേരെ കൊലപ്പെടുത്തിയ പ്രതിക്ക് നേരെ പ്രതിഷേധം. കോടതിയിൽ നിന്ന് ഇറക്കുന്നതിനിടെയാണ് നാട്ടുകാർ പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. പ്രതി ഋതുവിനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ പങ്കുവെക്കാനായി. സിജോ, വൈകാരിക നിമിഷങ്ങളിലൂടെയാണ് പ്രത്യേകിച്ച് ഇന്ന് ചേന്നമംഗലം പ്രദേശം കടന്നു പോകുന്നത്. അതിനിടയിൽ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നു. പ്രതിക്ക് നേരെ നാട്ടുകാർ രൂക്ഷമായ കയ്യേറ്റ ശ്രമങ്ങളൊക്കെയാണ് നടത്തിയത്. എന്താണ് കോടതി വളപ്പിൽ ഉണ്ടായത്? ഈ കൂട്ടക്കൊലപാതകത്തിന് ശേഷം ഈ പ്രതിയെ ഋതുവിനെ ഇന്നലെ വൈകിട്ട് തന്നെ പോലീസ് പിടികൂടിയിരുന്നു. തുടർന്ന് ഇന്നലമായി ചോദ്യം ചെയ്തു. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് വൈകിട്ട് 5:45 പറവൂർ കോടതിയിൽ ഹാജരാക്കിയത്. ഈ പ്രതിയെ കോടതിയിൽ എത്തിക്കുന്ന സമയത്ത് തന്നെ നേരിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇയാൾക്ക് തന്നെ ആക്രോശം ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് പ്രതിയുമായി കോടതിയിലേക്ക് കയറി പോകുന്നു. പിന്നീട് ഇറങ്ങി വരുന്നതിനിടെയാണ് പ്രതിക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നത്. ഈ പോലീസ് വലിയ സുരക്ഷ തന്നെ ഒരുക്കിയിരുന്നു. കാരണം പോലീസുകാർക്ക് ഇടയിലൂടെയാണ് പ്രതി കയറി വരുന്നത്. ആ സമയത്താണ് ഇയാളുടെ സുഹൃത്തുക്കൾ ഒരാൾ ജിതിന്റെ സുഹൃത്തുക്കൾ ഒരാൾ ഇയാളെ അടിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ പോലീസ് ഋതുവിനെ കവർ ചെയ്യുകയും അവിടുന്ന് വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും പരമാവധി സുരക്ഷ, ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഒരു നാടിനെ നടുക്കിയ ഒരു ക്രൂരമായ കൊലപാതകമാണ്. ഒരു ആ നാട്ടുകാർ വലിയ വിഷമത്തിനും അതോടൊപ്പം തന്നെ ആ കൊലപ്പെടുത്തിയ പ്രതിയോടുള്ള വലിയ ദേഷ്യം ഉണ്ട് താനും. അത് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണുകയും ചെയ്തതാണ്. അത് തന്നെ ഈ പ്രതിക്കെതിരെ ആശുപത്രിയിൽ വെച്ചോ അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ഇറക്കുന്ന സമയത്തോ അക്രമം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കുകൂട്ടി വേറെ പോലീസുകാരെ അവിടെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് പോലീസുകാർ ഈ പ്രതിയുമായി കടന്നു കളയുകയും ചെയ്തു. എന്തായാലും ഇയാളെ 14 ദിവസത്തേക്ക് പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നാളെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് പോലീസ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്.